ഈ നാട്ടിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? രാമകൃഷ്ണാശ്രമത്തിൽ എവിടെ പോയാലും യേശുദേവന്റെ പടമില്ലാത്ത ഒരു രാമകൃഷ്ണാശ്രമം കാണില്ല. വിവേകാനന്ദന്റെ ഏത് ആശ്രമത്തിൽ പോവുക, ശാരദാ മഠത്തിൽ ചെല്ലുക, എല്ലാ സ്ഥലത്തും ഒരു യേശുദേവനെ കാണും. രാമകൃഷ്ണ പരമഹംസരുടെ മുമ്പില് യേശുദേവനെ വെച്ച് അദ്ദേഹം സാക്ഷാത്കരിച്ചതാ. ഒരു പക്ഷെ നാളെ അപ്പുറത്തെയും ഇപ്പുറത്തെയും കളഞ്ഞ് ഞാൻ പറഞ്ഞ ഇന്നത്തെ വരി മാത്രം എടുത്ത് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചെന്ന് വരും. കാരണം അതൊരു ശീലമായി. തട്ടിപ്പും വെട്ടിപ്പും ഫ്രോഡും കൊണ്ട് മതം പ്രചരിപ്പിക്കുക. അൾട്ടിമേറ്റ് എയിം എന്താണ് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു ലക്ഷ്യമിട്ടിട്ടുണ്ട്. 2005 ഡിസംബർ 31 ഭാരതത്തിലെ 20% ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്യണം. തലങ്ങും വിലങ്ങും ഇമെയിലും ഇന്റർനെറ്റും പോകുന്നു, മുഴുവനും കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. 20% കൺവേർഷൻ ഈസ് എയിംഡ് അറ്റ് വിത്തിൻ 4 years. അതിന്റെ മറ്റൊരു ഭാഗമാണ് ശബരിമല മേശാന്തിയെ കുറെ പേര് ആനയിച്ച് ഒരു പള്ളിയിൽ കൊണ്ടുപോയത്. പല പത്രങ്ങളും എഴുതി മതേതരത്വത്തിന്റെ ക്ലൈമാക്സ്. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ആ മേശാന്തി പള്ളിയിൽ നിന്നിറങ്ങി വന്ന് മലയാളത്തിൽ പറഞ്ഞതിനെ ഒരു ബന്ധവുമില്ലാത്ത കന്നഡ, തെലുങ്ക്, തമിഴ് ഇത് അദ്ദേഹം പറയുന്നതായി വരുത്തി, ശബരിമല ശാസ്താവിനേക്കാൾ ഞാൻ പൂജിക്കുന്നത് യേശുദേവനെയാണ്, നിങ്ങൾ അത് ചെയ്യുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകാം, കാരണം രാജാക്കന്മാരുടെ രാജാവാണ് യേശുദേവൻ എന്ന് ശബരിമല മേശാന്തി പറയുന്നതായിട്ട് വീഡിയോ ഉണ്ടാക്കി ആ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലുമെല്ലാം വിതരണം ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? എന്താ ഇതിന്റെ പുറകിലെ ഉദ്ദേശം എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ചിന്തിക്കാൻ വിട്ടു തന്നിരിക്കുന്നു. അതിന്റെ മറ്റൊരു രൂപമാണ്, പറയാൻ വിഷമം തോന്നുന്നൊരു വരിയാണ്. മിനിഞ്ഞാന്ന് എനിക്ക് ഒരു ലെറ്റർ കിട്ടി. സ്വാമി വിവേകാനന്ദൻ പാടിപ്പുകഴ്ത്തിയ യേശുദേവനിലേക്ക് നിങ്ങൾ മടങ്ങുക. വിവേകാനന്ദ സാരസർവസ്വം 2ാം വോളിയം 16ാം വരി. വിവേകാനന്ദ സാരസർവസ്വം 2ാം വോളിയം 16ാം വരി ഇതേ അല്ല. വിവേകാനന്ദൻ ഇതെങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. വിവേകാനന്ദൻ പറഞ്ഞ ഒരു വരി എന്താണെന്നറിയോ? അതറിയണം. കാരണം എങ്ങനെയാ പ്രവർത്തനങ്ങൾ നടക്കുക? പ്ലീസ് റിമെമ്പർ ദാറ്റ് if a Hindu is getting converted to a Christianity, not that the number of Hindu is reduced by 1, not that the number of Christian is increased by 1, but you have created an enemy for Sanatana Dharma. Sanatana Dharmathinu ഒരു ശത്രു ഉണ്ടായി. അതാണ് കൺവേർഷൻ. അതുപോലെ ചിക്കാഗോവില് 1893 സെപ്റ്റംബർ 13 10 മണിക്ക് നടത്തിയ പ്രഭാഷണത്തില് അദ്ദേഹം പറഞ്ഞ വരി, 2 തവളകളുടെ കഥ. മഹാസാഗരത്തിൽ നിന്ന് ചാടി വന്ന് ഒരു കിണറ്റിലേക്ക് തവള വീണപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരു തവള മറ്റേ തവളയോട് പറയുകയാണ്, എന്റെ മഹാഭാഗ്യം നോക്കണം, എന്റെ ലോകം എന്ന് പറയുന്നത് എത്ര ചെറുതാണ്. ഞാൻ ഇപ്പുറത്ത് നിന്ന് ഒന്ന് ചാടിയാൽ ഞാൻ എന്റെ പ്രപഞ്ചത്തിന്റെ അപ്പുറത്തെത്തും. അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ചാടിയാൽ ഞാൻ ഈ വശത്തേക്ക് എത്തും. എന്റെ ശക്തി അപ്രമേയം, അത്രയും ഉജ്ജ്വലമാണ്. പക്ഷേ സാഗരത്തിൽ നിന്ന് വന്ന തവള ഇത് അത്ഭുതത്തോടു കൂടി കാണുന്നു. ഈ കിണറ്റിനകത്തിരുന്നു കൊണ്ട് ഞാൻ അല്ലാത്ത മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞ, ഇത്രയും പ്രപഞ്ചശക്തികളെ ദൈവമായിട്ട് ആരാധിക്കാൻ സാധിച്ച മഹാസാഗരത്തിൽ വർത്തിച്ചവനെ കൺവെർട്ട് ചെയ്ത് ഒരു കൂപമണ്ഡൂകമാക്കി ഞാൻ തന്നെ നിന്റെ എല്ലാം എന്ന് പറയാ. തീർന്നില്ല. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര ആയേ ധാമാനി ദിവ്യാനി തസ്തു. അമരത്വത്തിന്റെ പുത്രന്മാരെ, പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് പാടാൻ എന്റെ ഒപ്പം വരിക എന്ന് പറഞ്ഞ ഹിന്ദുവിനെ വിളിച്ച്
അമരത്വത്തിന്റെ പുത്രനെ വിളിച്ച് നീ പാപിയാണെന്ന് മുദ്ര കുത്തുക. മൊത്തത്തിൽ പറയുന്നത് കൊണ്ട് തിരിച്ചാരും കല്ലെറിയാറില്ല. ഒരു ഇൻഡിവിഡുവലിനെ വിളിച്ച് നീ പാപിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറ്റവനെ വെച്ചേക്കില്ല. അങ്ങനെ ആദ്യം നീ പാപിയാണെന്ന് മുദ്ര കുത്തുക. എന്നിട്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ദൈവപുത്രൻ 2000 വർഷങ്ങൾക്കു ശേഷം ജനിച്ച തന്റെ പാപവും കൊണ്ട് മരിച്ചു എന്ന് പറയാം. അദ്ദേഹം മരിച്ചതല്ല, കൊന്നത് അദ്ദേഹത്തിനെ, നിങ്ങളെ പോലെയുള്ളവര് എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? പറയാതിരിക്കാൻ നിവൃത്തിയിൽ. ഇറ്റ് ഇസ് എ ഫാക്ട്. അങ്ങനെയുള്ള ആരാധ്യനായ, ഋഷിതുല്യനായ, ഈശ്വരതുല്യനായ 33 കോടി ദേവന്മാരുടെ കൂട്ടത്തിൽ വെക്കാൻ സർവദാ യോഗ്യനായ വേദവ്യാസനെയും വസിഷ്ഠനെയും പോലെ ദുഃഖവും സുഖവും ഒരുമിച്ച് കണ്ട ഒരു ജ്ഞാനദീപമായ യേശുദേവനെ ഈ രീതിയിൽ ചരക്ക് കച്ചവടം നടത്തണോ? മോശമല്ലേ നടത്തുന്നത്? അത് ആവശ്യമുണ്ടോ? യേശുദേവൻ അദ്ദേഹത്തിന്റെ രക്തമുപയോഗിച്ച് നമ്മുടെ പാപം കഴുകിക്കളയുക. എന്തിനാ ഇത്രയും പാപം ചെയ്തത്? ഒരു പുണ്യാത്മാവിന്റെ രക്തം ഉപയോഗിച്ച് കഴുകിക്കളയാൻ പാകത്തിന് പൈപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞൂടെ? ഈ പുണ്യാത്മാവിന്റെ രക്തം ഉപയോഗിക്കണോ? ഈസ് ഇറ്റ് ദാറ്റ് ബ്ലഡ് ഈസ് ദാറ്റ് മച്ച് ഗുഡ്? ഒരു ഡ്രോപ്പ് ബ്ലഡ് കണ്ടാൽ തലചുറ്റുന്നവര് പരമപൂജ്യനായ യേശുദേവന്റെ ബ്ലഡ് ഉപയോഗിച്ച് നിങ്ങളുടെ പാപം കളയാൻ? ഇത് മോശമാണ്. അത് മാത്രമല്ല, ഹോൾസെയിൽ കച്ചവടം പോലെ നിങ്ങളുടെ പാപത്തിന് ഒരു ദൈവപുത്രനെ കുരിശിലേറ്റുക. ഇത് ലോജിക്കാണോ? അറിഞ്ഞൂടാ എനിക്ക്. നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ അഗ്നിമേളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നധാതാമഗ്നിപൂർവേഭിർഷിവിരീഡ്യോ നൂതനൈരുതാം സദൈവാം ഏഹ വക്ഷതി അഗ്നിനാരയിമശ്നവത്പൂഷാമേവ ദിവേ ദിവേ യശസം വീരവത്തമം അഗ്നേയം യജ്ഞമധ്വരം. ഈ അഗ്നിയെ കുറിച്ച് പറഞ്ഞ ആ വരികള് കോശി എബ്രഹാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് രക്തദാഹിയായ അഗ്നേ എന്ന വരിയിലൂടെയാണ്. പൂർവേഭിർ ഋഷിവിരീഡ്യോ നൂതനൈരുത. എനിക്ക് മുമ്പ് ജനിച്ച ഋഷിവര്യന്മാര് പാടിപ്പുകഴ്ത്തിയ ഫിസിക്സിലെ പ്രൊഫസർമാര് പറയുന്ന ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയും ലൈറ്റ് എനർജിയുമുള്ള ആ അഗ്നിയെ ഞാനിതാ പൂജിക്കുന്നു എന്നുള്ളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രജാപതി എന്ന രീതിയില്. ഈ പ്രജാപതി എന്ന രീതിയില് ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് പ്രജാപതി യാഗം നടത്തി, അങ്ങനെ പ്രജാപതി യാഗം എന്ന കുറെ പുസ്തകം ഉണ്ടാക്കി ആദ്യം ഹിന്ദുവിന്റെ പ്രജാപതിയാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞ് വേദം മുഴുവനും പ്രജാപതിയെ കുറിച്ച് പറയുന്നത് യേശുദേവനെ കുറിച്ചാണെന്ന് വരുത്തി തീർത്ത് അത് ആർക്കും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വിട്ടുകൊടുക്കുക. ദുഃഖ സത്യം. സംസ്കൃതത്തിന്റെ അക്ഷരം പോലും ശരിക്കെഴുതാതെ ഈ ദുർവ്യാഖ്യാനത്തെ പരമശ്രേഷ്ഠരായ തിരുമേനിമാരായ ബിഷപ്പുമാര് ഫോർവേഡ് എഴുതി പുസ്തകം വിൽക്കുന്നു. ഒരു കോശി എബ്രഹാം, ഒരു ജോസഫ് പടിഞ്ഞാറേക്കര, ഒരു ചെറിയാൻ, ഒരു ഡോക്ടർ ഗമായേല്, ഒരു മാത്യു ജോർജ്, ഇവരെല്ലാം ചെയ്യട്ടെ. മിൽമയിലെ വെറ്റിനറി ഡോക്ടറായ ജോർജ് മാത്യു എനിക്കൊരു പുസ്തകം അയച്ചു തന്നു. അതിന്റെ വരികൾ എന്റെ കയ്യിലുണ്ട്. പേര് I am not a Sanskrit scholar, neither I am a scholar, but I have just taken some Sanskrit shlokas and compared with Jesus. My mission is that we have got a Christ Vedantic society. We are trying to teach Bible through Upanishad, but it is not teaching Christ through Upanishad. It is the blunder, daylight fraud which is carried out. ശരിയാണോ? ഉപനിഷത്ത് എഴുതിയത് യേശുദേവൻ ജനിക്കുന്നതിന് 3000 വർഷങ്ങൾക്ക് മുൻപ്. എന്നിട്ട് ഇങ്ങനെ ഒരു കച്ചവടം നടത്തണോ? എന്നെ മാർത്തോമാ സഭയിലേക്ക് വിളിച്ചു. ചർച്ചിൽ 400 അച്ഛന്മാരുള്ള സ്ഥലത്ത് വെച്ച് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് അബദ്ധമാണ്. ഹിന്ദുവിന് വിഷമമില്ല. ഒരു യേശുദേവനെ പ്രജാപതിയാക്കിയാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്കത് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കും. പല തരത്തിലുള്ള വീക്ഷണങ്ങൾ. പക്ഷെ നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ടി വരും.
തിരുമേനി തൊട്ടടുത്തുണ്ടായിരുന്നു. എന്തിനാ ഉത്തരം കണ്ടെത്തേണ്ടി വരിക? ഭാരതീയർക്ക് രുദ്രപ്രജാപതി, വിഷ്ണു പ്രജാപതി, അതുപോലെ ബ്രഹ്മപ്രജാപതി, 3 പ്രജാപതിമാരുണ്ട്. ഇത് മനുഷ്യരല്ല. ഭാരതത്തില് ദൈവത്തിന്റെ രൂപത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ചു എന്ന് പറയാറില്ല. ഭാരതത്തിലെ ദൈവം പ്രപഞ്ചത്തിൽ മനോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തോ, ആത്മാവിന്റെ രൂപത്തിൽ ജീവജാലങ്ങളിലും അണുവിലും മഹത്തായതിലും വർത്തിക്കുന്ന ചൈതന്യമാണ് ഹിന്ദുവിന്റെ ഈശ്വരൻ. പക്ഷേ രുദ്രപ്രജാപതി എന്ന വേദസങ്കല്പം, വിഷ്ണു പ്രജാപതി എന്ന വേദസങ്കല്പം, വിഷ്ണു പ്രജാപതിയെ പോലെ ബ്രഹ്മപ്രജാപതി എന്ന വേദസങ്കല്പത്തില് സിന്തറ്റിക് പെർസോണിഫൈഡ് സിംബോളിക് റെപ്രസെന്റേഷൻ, സിംബോളിക്ക. അവർക്കെല്ലാം ശക്തിയുടെ രൂപമായ പാർവതി രുദ്രന്റെ കൂട്ടത്തില്, അറിവിന്റെ രൂപമായ സരസ്വതി ബ്രഹ്മാവിന്റെ കൂട്ടത്തില്, ഐശ്വര്യത്തിന്റെ രൂപമായ ലക്ഷ്മി വിഷ്ണുവിന്റെ കൂട്ടത്തില്. തിരുമേനി, യേശുദേവൻ ഒരു ഭാര്യയെ കണ്ടെത്തേണ്ടത് മാട്രിമോണിയലിലൂടെ നിങ്ങളുടെ ലക്ഷ്യമായിരിക്കും. കാരണം യേശുദേവനെ നിങ്ങൾ പ്രജാപതിയാക്കി, അദ്ദേഹത്തിന് ഇനി ഒരാളെ കണ്ടുപിടിക്കണ്ടേ? ഇത് നിങ്ങൾക്ക് വരുന്ന ഉത്തരവാദിത്വം. തിരുവല്ലയിൽ ചെന്നപ്പോൾ മഹാബലിയാണ് യേശുദേവൻ എന്ന് പറഞ്ഞു. ഒരാൾ ഒരു ബിറ്റ് നോട്ട് തന്നു. ഞാൻ പല സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. സാർ അംഗീകരിക്കുന്നുണ്ടോ മഹാബലി യേശുദേവനാണെന്ന്? ഭാരതീയർക്ക് യേശുദേവൻ മഹാബലിയും മഹാബലി യേശുദേവനുമാണെന്ന് അംഗീകരിക്കാൻ വിഷമമില്ല. സന്തോഷത്തോടുകൂടി മഹാവിഷ്ണുവിന്റെ കാല് തലയിൽ വെക്കാൻ തലകുനിച്ചു കൊടുത്ത അതേ യേശുദേവനാണെന്ന് അംഗീകരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാ, നോട്ട് ഫോർ അസ്. കാരണം നിങ്ങളത് പറഞ്ഞത്. അങ്ങനെ ഇനി വേറെ കുറെ അധികം ഇതൊന്ന് അറിയേണ്ടതാണ് നമ്മളെല്ലാം. കാരണം ഈ നികൃഷ്ട കർമ്മം നടത്തിയത് ഭാരതത്തിലല്ല, മറ്റേതെങ്കിലും നാട്ടിലായിരുന്നു എങ്കിൽ ഒരു കാര്യം ഉറപ്പാ. ശ്രീകൃഷ്ണൻ പറഞ്ഞ ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹു, ജനിച്ചാൽ മരണമുണ്ട് എന്നുള്ളത് കുറച്ച് നേരത്തെയാണെന്ന് അറിയിച്ചു കൊടുക്കുമായിരുന്നു. ഇവിടെയാണത് ചെയ്യാത്തത്. പഞ്ചശൂലായന പഞ്ചകായനമ എന്ന് സാമവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുറെ അധികമുണ്ട്. ഒരു ബണ്ടിൽ എൻ്റെ കയ്യിലുണ്ട്. പഞ്ചകായനമ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുദേവനെ കുറിച്ചാ. ഞാൻ യേശുദേവനെ ബഹുമാനിക്കുന്ന ആളാണ്, തൊഴാൻ തയ്യാറാ. പക്ഷേ ആ പരമപവിത്രമായ ആ ഈശ്വര തുല്യനായ വ്യക്തിയെ ഇങ്ങനെ കച്ചവടം നടത്തുന്നത് ഞാൻ ആരാധിച്ച് 16 വർഷം പഠിച്ച വേദം കൊണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതിന് ഈ സ്ഥലം ഇത് ഉത്തരം കൊടുക്കാൻ ഉപയോഗിച്ചത്. പഞ്ചകായനമ എന്നുള്ളത് സംസ്കൃത പദമേ അല്ല. അബ്സൊല്യൂട്ട് നോ വേർഡ് ഇൻ സാൻസ്ക്രിറ്റ്. ഇനി വല്ല അർത്ഥവും അതിന് കണ്ടെത്തണമെങ്കിൽ 5 കായ ഉള്ളവനെ, യേശുദേവൻ 5 കായ ഉണ്ട് എങ്കിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. വൃക്ഷശൂലാർപ്പതായനമ എന്ന് സാമവേദത്തിൽ അങ്ങനെ ഒരു വരിയില്ല. 1572 വരികളും അതിന്റെ കൂട്ടത്തിൽ പുനരുക്തികളായ 290 വരികളും ചേർത്ത് കിട്ടുന്ന സാമവേദ വരികളിൽ ഇങ്ങനെ ഒരെണ്ണമില്ല. സത്യവേദ പുസ്തകത്തെ ആരാധിക്കുന്നവർ ഈ നുണ എന്തിനു പ്രചരിപ്പിക്കണം യേശുദേവ എന്നറിയാതെ ചോദിച്ചു പോവുക. വൃക്ഷശൂലാർപ്പതായനമ, വൃക്ഷശൂലം എന്നൊരു പദം നിരുക്തത്തില്, പാണിനിയുടെ അഷ്ടാധ്യായിയില്, പിംഗളാചാര്യന്റെ ഛന്ദശാസ്ത്രത്തില്, യജ്ഞവൽക്യന്റെയോ ശൗനക മഹർഷിയുടെയോ ശിക്ഷാഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ വേദം പഠിച്ച ഞാൻ കഴുത്തിലിട്ടിരിക്കുന്ന പൂണൂല് ഈ മഹാദേവ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വെച്ച് പൊട്ടിച്ചു കളയാം. ഐ അഷ്വർ യു ഇൻ പ്രസൻസ് ഓഫ് എവരി വൺ, വൃക്ഷശൂലാർപ്പതായനമ, വൃക്ഷശൂലത്തിൽ അർപ്പിച്ചവനെ എന്ന് BC 4500 എക്സാക്ട്ലി സ്പീക്കിംഗ് ആദവും അവ്വയും ജനിക്കുന്നതിന് 480 വർഷങ്ങൾക്ക് മുൻപ് എഴുതി തീർത്ത സാമവേദത്തിൽ അതിനുശേഷം 4000 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച യേശുദേവനെ വൃക്ഷശൂലാർപ്പതായനമായി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്റെ ക്രൈസ്തവ സഹോദരന്മാരെ, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണിത്. ഒന്നുകൂടി ഓം രുദ്രായനമായി എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഡെഫിനിറ്റ്ലി പറഞ്ഞിട്ടുണ്ട്. സമവേദത്തിലില്ല, യജുർവേദത്തില്. കബാർധിനെ നമസ്തേ രുദ്രമന്യവൗതോദയിഷവേ നമഃ നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദതേ നമഃ യാ തയിഷു ശിവതമാ ശിവം ബഭൂവതേതനുഃ ശിവാ ശരവ്യായാതവതയാനോ രുദ്രമൃഡയ യാതേ രുദ്ര ശിവാതനൂരഘോരാപാപകാശിനി. ഞാൻ ഇപ്പൊ പറയുന്ന മന്ത്രമാണ് അകത്തുള്ളവർ നമ്പൂതിരിമാര് പറയുന്നത്. രുദ്രവും ചമകവും. ആ രുദ്രം പറഞ്ഞിട്ടുണ്ട്, രുദ്രായനമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യേശുദേവനെ കുറിച്ചാണെങ്കിൽ ഇനി ക്രിസ്ത്യാനികളെ ഈ അമ്പലത്തിലേക്ക് കയറ്റാൻ ഒരു തടസ്സവും ഉണ്ടാകരുത്. ഇന്ന് വൈകുന്നേരം മുതൽക്ക് അകത്തേക്ക് പോകാൻ പറയുക. കാരണം നമ്മുടെ രുദ്രൻ തന്നെയാണ് യേശുദേവൻ. ഇനി നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ? ഒരാൾക്കും വിഷമിക്കേണ്ട കാര്യമില്ല. അതേ രുദ്രൻ. ഓം നാരായണായ നമഃ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യേശുദേവനെ കുറിച്ചാണെങ്കിൽ ഒന്നും ചിന്തിക്കാനില്ല. മധ്യ കേരളത്തിലെ ചട്ട കൊടുക്കുന്നവർ ചട്ട മാറ്റുക. നാളെ മുതൽക്ക് അമ്പലത്തിലേക്ക് വരിക. ഞാൻ നിങ്ങൾക്ക് പ്രസാദം തരാം. തട്ടുടുത്തുകൊണ്ട് മന്ത്രം ചൊല്ലി ഞാൻ പ്രസാദം തരാൻ തയ്യാറാണ്. ഏതെല്ലാം മന്ത്രമാണെന്ന് എനിക്കറിയാം ഈ പ്രസാദം കൊടുക്കേണ്ടത്. വേദം പഠിച്ചത് കൊണ്ടാണ്. നോട്ട് ആസ് സിംപിളി ആൻ ഇൻഡിവിഡ്വൽ ഓർ ആസ് എ സയന്റിസ്റ്റ്. ഇത് തെറ്റാ നിങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് തലങ്ങും വിലങ്ങും ബൃഹദാരണ്യ ഉപനിഷത്തെടുത്ത് തലയിൽ കാട്ടുവള്ളി ചുറ്റണം. ബൃഹദാരണ്യ ഉപനിഷത്തിൽ ആരുടെയെങ്കിലും തലയിൽ കാട്ടുവള്ളി ചുറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എഴുതിയവന്റെ തലയിൽ അല്ലാതെ മറ്റാരുടെയും തലയിൽ കാട്ടുവള്ളി ചുറ്റാൻ പറ്റില്ല. തൊലി മുറിയരുത്. ഇതെന്തിനാണെന്നറിയാമോ ഈ ദുർവ്യാഖ്യാനം? യജ്ഞവൽക്യ മഹർഷിയുടെ അടുത്ത് ശിഷ്യന്മാര് വന്നു ചോദിച്ചു, ആത്മാവെന്താണ്, ജീവാത്മാവെന്താണ്, മനുഷ്യ ശരീരം എന്താണ്? അദ്ദേഹം സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോന്നും പറഞ്ഞു. അപ്പൊ ഒരു ശിഷ്യൻ ചോദിച്ചു, വൃക്ഷങ്ങളും മനുഷ്യനും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുത്തുക? അപ്പൊ യജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, നിന്റെ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. മനുഷ്യന്റെ ശരീരം നിവർന്നു നിൽക്കാൻ കാരണം സ്കെലിറ്റൽ സിസ്റ്റം ഉള്ളതാണ്, അസ്ഥികൂടമുള്ളതാണ്. ചെടികളില് നടുക്കുള്ള കാതലാണ് ചെടികളെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നത്. ബോട്ടണി, ഫിസിയോളജി. ഇതിനെ കോശി എബ്രഹാം എങ്ങനെയാ ട്രാൻസ്ലേറ്റ് ചെയ്തത്? എല്ലൊടിയരുത്. യാഗപശുവിന്റെ എല്ലൊടിയരുത്. ഈ അസ്ഥി എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ് കോശി എബ്രഹാം കമ്പയർ ചെയ്യുന്നത് യേശുദേവന്റെ എല്ലൊടിഞ്ഞില്ല. കഷ്ടം. യേശുദേവന്റെ എല്ലൊടിയാത്തതിൽ കോശി എബ്രഹാമിന്റെ ദുഃഖം. എന്താ പറയുക? എന്തിനാ അദ്ദേഹത്തിന്റെ എല്ലൊടിക്കുന്നത്? ഏതായാലും നമ്മൾ പറഞ്ഞിട്ടല്ല, അദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് രക്തം ഒഴുകരുത്. യേശുദേവന് രക്തം വന്നില്ല. അപ്പൊ ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതും ഒന്ന് തന്നെ. ഇതെന്താണെന്നറിയാമോ ദുർവ്യാഖ്യാനം ചെയ്തത്? ചെടികളിലെ ലാറ്റക്സ് എന്ന് പറയുന്ന കറ അത് മനുഷ്യനിലെ രക്തം പോലെയാണ്. കമ്പാരിസൺ ആണ്. അസ്ഥിയെ പിത്തായിട്ടും സ്കിന്നിനെ തൊലിയായിട്ടും മരത്തിന്റെ തൊലിയായിട്ടും ലാറ്റക്സിനെ ബ്ലഡായിട്ടും ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു കൊടുക്കുന്ന ഈ കമ്പാരിസനെ പരമപവിത്ര യേശുദേവന്റെ ശിഷ്യനായ ഇവര് എന്തിനാ ഈ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? അർജുന, താണ്ഡ്യബ്രാഹ്മണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്തില് ഒരൊറ്റ പുസ്തകമേ താണ്ഡ്യബ്രാഹ്മണം ഇന്നുള്ളൂ, കേരളത്തിലില്ല. ഉറപ്പിച്ചൊരു കാര്യം പറയാം, താണ്ഡ്യബ്രാഹ്മണത്തിൽ പാറശാല ക്ഷേത്രത്തിലെ പായസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതല്ലെന്ന് പറയാൻ ആ പുസ്തകം ഇവിടെ ഒരു സ്ഥലത്തും ഇല്ല. ചങ്കൂറ്റത്തോടുകൂടി ഉപയോഗിച്ച ഒരു നെഗറ്റീവ് താണ്ഡ്യബ്രാഹ്മണം ഇല്ലാത്തത് കൊണ്ട് താണ്ഡ്യബ്രാഹ്മണത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാലോ. നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചു പോവോ? ഇല്ല. അത് പറഞ്ഞ് ഇനി പ്രജാപതിയെ യാഗം ചെയ്യുക. ദുഃഖം തോന്നിയൊരു വസ്തുതയാ. എവിടെന്നാ പ്രജാപതി യാഗസങ്കല്പം കിട്ടിയെന്നറിയാമോ? പ്രജാപതി യാഗസങ്കല്പം കിട്ടിയത് ഋഗ്വേദ മന്ത്രമായ, അത് തന്നെ യജുർവേദത്തിലുമുണ്ട് സമവേദത്തിലുമുണ്ട്, പുരുഷ സൂക്തത്തിന്റെ അവസാനത്തില് യജ്ഞേന യജ്ഞമയജന്ത ദേവാസ്ഥാനി ധർമാണി പ്രഥമാന്യാസൻ ദേഹനാഗം മഹീമാനസ്സജന്ത യത്ര പൂർവേ സാധ്യാസന്തി ദേവാഹ ദേവാഹ യജ്ഞേന യജ്ഞമയജന്ത. ദേവന്മാര് ഒരു യജ്ഞം നടത്തി. എന്താ യജ്ഞം നടത്തിയത്? അബദ്ധൻ പുരുഷം പശും, മനുഷ്യനിലുള്ള മൃഗീയ സ്വഭാവത്തെ ത്രിസപ്ത
സപ്തസമിതകൃത 3x7 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 കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് ദേവന്മാര് മനുഷ്യനിലുള്ള പുരുഷം പശും മനുഷ്യനിലുള്ള മൃഗീയ സ്വഭാവത്തെ യജ്ഞം നടത്തി. 3x7 എന്താണ്? മോഡേൺ സയൻസ് അംഗീകരിക്കുന്ന പഞ്ചഭൂതം, പഞ്ചപ്രാണൻ, പഞ്ചജ്ഞാനേന്ദ്രിയം, പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചവീതമുള്ള 4 പഞ്ചഭൂതം 5, പൃഥിവി അപ് തേജവായു ആകാശം, പഞ്ചപ്രാണൻ പ്രാണാപാന വ്യാന ഉദാനൻ സമാനൻ. അതുപോലെ പഞ്ചജ്ഞാനേന്ദ്രിയം നിങ്ങൾക്കറിയാവുന്നതാണ്, കണ്ണ് മൂക്ക് നാക്ക്. പഞ്ചകർമ്മേന്ദ്രിയം നാക്കും കയ്യും കാലും എല്ലാം ചേർന്ന പഞ്ചകർമ്മേന്ദ്രിയം. 5 × 4 20, 3 × 7 21, 20 + 1 മനസ്സ്.